ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏത്? 1ഉം 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മൃദുഭാവേ ദൃഢകൃത എന്നാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവി ആരാണ്? DGP ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബക്രാംനംഗൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. സർദാർ സരോവർ നദി സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇത് മൂന്നും എന്താണ്? വാഗ്ബടാനന്ദൻ ഗുരുവിനെ പറ്റിയുള്ള ശരിയായ കാര്യങ്ങളാണ്. ഒന്നും കൂടെ പറയാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചിരിക്കുന്നത്. 1906 ഒരു വിദ്യാലയം സ്ഥാപിച്ചു. പേരെന്താണ്? തത്വപ്രകാശിക എന്നാണ് വിദ്യാലയത്തിൻ്റെ പേര്. ഇനി എന്താണ്? ശിവയോഗി വിലാസ മാസിക എന്ന് ആരംഭിച്ചു? 1914 ആരംഭിച്ചു. ഇതെല്ലാം പുതിയതായിട്ട് വന്ന പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എഴുതി വെക്കണേ. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 4ഉം പഠിച്ചിരിക്കുക കേട്ടോ. ജിയും ഭാഷാ കവികളും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദറാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ് പെടുന്നത്? പ്രിസെപ്റ്റപ്സ് ഓഫ് ജീസസ്, തുഹ്വത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നിവ എന്താണ്? രാജാറാം മോഹൻ റോയിയുടെ രചനകളാണ് കേട്ടോ. തുഹ്വത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്നത് രാജാറാം റോയിയുടെയാണ്. തുഹ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. അത് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയാണ് കേട്ടോ. അതാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരിക അല്ലേ ഇത് കാണുമ്പോൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ചലച്ചിത്ര അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ആസ്ഥാനമായിട്ട്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേരള ഫോക്ലോർ ആണ് കേട്ടോ. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? നയി താലിമാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്നുള്ളത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ആരായിരുന്നു? ബെൻ കിങ്സ്ലി ആണ്. അപ്പോൾ ഇത്രയും എന്താണ്? ഗാന്ധിജിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ഇതിൽ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം ഏതാണ്? അനാസക്തി യോഗം എന്നുള്ളതാണ് കേട്ടോ. അനാസക്തി യോഗം ഇതൊക്കെ പുതിയതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി കേട്ടോ. ശരിയായത് നോക്കാം. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഇന്റർപോൾ ലിയോൺ ആണ് കേട്ടോ. നാറ്റോ ബ്രസൽസ് ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? അബ്ദുൽ കലാം ആസാദ്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? ഏതാണ്? നമച്ച ബർവ എന്നാണ് കേട്ടോ. നമ്മളിതിൽ നംചം ബർവ എന്നാണ് അല്ലേ. ഇതിൽ നമച്ച ബർവ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നംചം ബർവയും കറക്റ്റ് തന്നെയാണ് കേട്ടോ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരീവയാണ് കേട്ടോ. കരീവ. SCRTയിൽ കരേവ എന്ന് കൊടുത്തിട്ടുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്?
റാറ്റ് ഹോൾ മൈനിങ് ആണ് കേട്ടോ. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡാണ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾ ഏതാണ്? ഓക്സ്ബോ തടാകങ്ങളാണ്. ഇന്നലെ എടുത്ത വിശാല സമതല ഭൂവിൽ എന്ന് പറഞ്ഞിട്ടുള്ള SCRT ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അതിലുണ്ട് ക്ലാസ്. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ കഴിവതും കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്സ്ബോ തടാകം ഞാൻ എടുത്ത വിശാല സമതല ഭൂവിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? നറൗറ ഉത്തർപ്രദേശാണ് കേട്ടോ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ റഷ്യയിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത് കസാൻ, റഷ്യ. ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള വേർഡുകളാണ് ഗുർ, ഗണ്ഡസാരി എന്നുള്ളത്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? മധ്യപ്രദേശിലാണ് ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനത്തെയാണ് അജണ്ട 21 സൂചിപ്പിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായിട്ടുള്ളത്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളം. ലഞ്ച് ബെൽ എവിടെയാണ്? കേരളത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതേത്? 2 മാത്രമാണ് ഇവിടെയുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. തെറ്റായത് ഏതാണ്? 2 മാത്രവുമാണ് നമ്മുടെ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധം ഇല്ലാത്തത്. ഉള്ളത് ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവയാണ് 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ചരിയാണ് അല്ലേ. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതിയാണ് കേട്ടോ ആദിഭാഷ എന്ന് പറയുന്നത്. വേദാധികാര നിരൂപണവും അദ്ദേഹത്തിൻ്റെയാണ്. അരുൾനൂൽ, പിന്നെ അഖിലത്തിരുട്ട് അമ്മാനെ എന്നിവ ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രീനാരായണ ഗുരു രചിച്ചത് നവമഞ്ചരി മാത്രമാണ്. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവീരയാണ് കേട്ടോ. ധോളവീരയിലാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഹാരപ്പൻ പ്രദേശം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 1 മാത്രമാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ളത് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആനി ബസന്റ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഭഗവത്ഗീത ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? ആനി ബസന്റ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? തെലുങ്കാനയാണ് കേട്ടോ. മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. അതെന്താണ്? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്നൊരു പദ്ധതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെയാണ്? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നത്. സമത്വത്തിനുള്ളതാണെങ്കിലോ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. ഇനി മതസ്വാതന്ത്ര്യമാണെങ്കിലോ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ 23ഉം 24ഉം. ഒന്നും കൂടെ പറയാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനാണെങ്കിൽ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ എന്താണ്? 25 to 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ 23ഉം 24ഉം.
അടിമത്തവും ബാലവേല നിരോധനവും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് ഡി, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇത് വേറെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഏത് സംസ്ഥാനത്തെ ആളാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലെ വ്യക്തിയാണ് കേട്ടോ. പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവ മൂന്നും എന്താണ് ഇതിൽ പെടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഇന്ത്യൻ നിലവിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്ര മാത്രമൊന്നുമല്ല കേട്ടോ, മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയുമാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ള ആൻസറാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1ഉം 2ഉം മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ആരാണ്? സുകുമാർ സെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലേ. ശരീരം ഹാജരാക്കൂ എന്നർത്ഥം വരുന്ന ഹേബിയസ് കോർപ്പസ് ആണ് നമ്മുടെ അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം അല്ലേ. ഇതെല്ലാം SCERT ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചാപ്റ്റർ എല്ലാം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ഇതെല്ലാവരും എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകളാണ്. നമുക്ക് നോക്കാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു കേട്ടോ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരെന്താണ്? കേരളത്തിൽ നിന്നുള്ള വ്യക്തികളാണ്. രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പേരെയും ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി അല്ലേ. കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണല്ലേ കിഴക്കോട്ടൊഴുകുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ് അല്ലേ. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി എന്താണ് കലാരൂപം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം കേട്ടോ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 4ഉം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതിന് ആണ് കലാപത്തിന് ഇടയാക്കിയത്. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന 2024 നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? യുണൈറ്റഡ് നേഷൻ ആണ് കേട്ടോ.
ഓപ്ഷൻ എ നിഹോൺ ഹിൻഡാൻക്യോ ആണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന കേട്ടോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാൻക്യോ ആണ് കേട്ടോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചൽ ചുണ്ടനാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി. പണ്ഡിറ്റ് കറുപ്പനാണ് ജാതി കുമ്മി എഴുതിയിരിക്കുന്നത്. ഇതൊന്ന് നോക്കിയിരുത്തി നമുക്കറിയാം, ശ്രീനാരായണ ഗുരു എഴുതിയതല്ല പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികളുടെയാണ് പ്രാചീന മലയാളം. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ദർശനമാല, വൈകുണ്ഠസ്വാമികളുടെയാണ് അഖിലത്തിരുട്ട്. ഇതിൽ ശരിയായിട്ടുള്ളിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മിയാണ് എഴുതിയിരിക്കുന്നത്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ഇതൊക്കെ പഠിച്ചോളൂ കേട്ടോ. ഏതാണ്? ഇന്ത്യയാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. നമ്മുടെ 2026 പ്രിലിംസിനൊക്കെ ഈ ചോദ്യം ഉപകരിക്കും കേട്ടോ. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഏതിനാണ്? കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ KB മേനോൻ ആണ് അല്ലേ. അപ്പോൾ ഏത് സംഭവത്തിനാണ് നേതൃത്വം കൊടുത്തത്? കീഴരിയൂർ ബോംബ് കേസിനാണ് ഡോക്ടർ KB മേനോൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? കൂട്ടാണ് കേട്ടോ. കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട് എന്ന് പറയുന്നത്. മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ് മഹാകവി G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഒവ്യൂൾ വിത്താകുന്നു എന്നുള്ളതാണ് കേട്ടോ. സസ്യങ്ങൾ ബീജസംയോഗത്തിന് ശേഷം എന്താണ് നടക്കുന്നത്? ഒവ്യൂള് വിത്തായിട്ട് മാറുകയാണ് ചെയ്യുക. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതാണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥികോശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഏതാണ്? ഗ്ലോബുലിൻ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ്റെ പേരെന്താണ്? ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ലിപ്പേസ് ആണ് അല്ലേ. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? പ്രോട്ടിയസ്, പിന്നെ ഏതാണ്? പെപ്സിന്, ട്രിപ്സിൻ. ഇതെന്താ? മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമുള്ളതാണ് കേട്ടോ. അപ്പോൾ തന്നെ പഠിച്ചോ. മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ്? പ്രോട്ടിയസ്, പെപ്സിന്, ട്രിപ്സിൻ തുടങ്ങിയ എൻസൈമാണ് മാംസത്തിൻ്റെ ദഹനവുമായിട്ട് ബന്ധമുള്ളത്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിരിക്കും. മഴക്കാലത്താണ് അല്ലെങ്കിൽ ശൈത്യകാലത്താണ് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അതുകൊണ്ട് അത് ADH എന്നറിയപ്പെടുന്നുണ്ട്. ആൻറ്റി ഡയറക്റ്റീവ് ഹോർമോൺ എന്നാണ് വാസോപ്രസിൻ അറിയപ്പെടുന്നത്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ശരിയാണ് അല്ലേ. മഴക്കാലത്തും ശൈത്യകാലത്തും എന്താണ്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇതും എന്താണ്? ശരിയാണ്. ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ശരിയായതെല്ലാം പഠിക്കുക കേട്ടോ. ഇനി അതിലെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക കേട്ടോ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിങ്ങനെ ഈ ക്വസ്റ്റ്യൻ തരുന്നതേ എനിക്കിഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായിപ്പോൾ. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2 ശരിയാണ്, ബാക്കി 3, 4 തെറ്റാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം എന്താണ്? വൈറസ് രോഗമാണ് എയ്ഡ്സ്, നിപ്പ എന്നിവ അല്ലേ. ഇനി എന്താണ്?
ക്ഷയം, എലിപ്പനി എന്നിവ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയവും എലിപ്പനി എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്താണ്? ബാക്ടീരിയ വൈറസ് രോഗങ്ങളല്ല. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം എന്താണ്? ബാക്ടീരിയ അല്ല. ഇതൊക്കെ എന്താണ്? കൊതുകുജന്യ രോഗങ്ങളാണ് അല്ലേ. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മുയൽ വളർത്തലുമാണ് ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. ക്യൂണി കൾച്ചർ ഏതാണ്? മുയൽ വളർത്തലാണ് കേട്ടോ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ്, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയ്ക്കാണ് സിനാപ്സ് കാണപ്പെടുന്നത്. 2 ന്യൂറോണുകൾക്കിടയിലാണ് എന്ത് കാണപ്പെടുന്നത്? സിനാപ്സ് കാണപ്പെടുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ്? അൽനിക്കോ ആണ് അല്ലേ. സ്ഥിരകാന്തങ്ങൾ ഏതാണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ്? അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേക്കലൈറ്റ് എന്താണ്? ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇതെന്താണ്? ചൂടാക്കുന്നതിനോടൊപ്പം ഭൗതികവും രാസമാറ്റവും ഭൗതിക മാറ്റവും എന്തിനു സംഭവിക്കുന്നു? തെർമോ സെറ്റിംഗ് എന്താണ്? പ്ലാസ്റ്റിക്കിന് സംഭവിക്കുന്നു. ഉദാഹരണം ഏതാണ്? ബേക്കലൈറ്റ് ആണ്. നമ്മുടെ ഈ പാത്രങ്ങളുടെയൊക്കെ പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPGയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ഏതാണ്? ത്വരണമാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിന് എന്ത് പറയുന്നു? ത്വരണം എന്നാണ് പറയുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ആറ്റോമിക് റിയാക്ടറുകളിൽ എന്താണ്? ഗ്രീൻ എനർജി അല്ല നടക്കുന്നത് അല്ലേ. ഗ്രീൻ എനർജി ഏതല്ല? ആറ്റോമിക് റിയാക്ടറുകളല്ല. പക്ഷേ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള എന്താണ് ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ എനർജി ആണ് കേട്ടോ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ് കേട്ടോ. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ 80 GK ക്വസ്റ്റ്യൻസും വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലേ. എല്ലാം പഠിച്ചിട്ട് ഈ 80 ക്വസ്റ്റ്യൻസും എല്ലാ ഭാഗത്തു നിന്നുള്ള 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 80 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്ര വലിയ മോശമൊന്നുമല്ല അല്ലേ. ഇതിലറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളെപ്പോഴും PYQന് ഒരു ബാക്കിൻ്റെ പിന്നിൽ നിന്ന് എഴുതുക, മുന്നിൽ വേറൊന്ന് എഴുതുക, പിന്നിൽ നിന്ന് വേറൊന്ന് എഴുതുക കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബുക്ക് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതി വയ്ക്കുക. PYQ ഹെഡിങ് കൊടുത്തിട്ട് തന്നെ എഴുതി വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ ഈ കാറ്റഗറി നമ്പറൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏതൊക്കെ നോക്കി എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നമുക്ക് നെഗറ്റീവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ഉത്തരങ്ങൾ വീണ്ടും ഉറപ്പിക്കാനും നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതിലൂടെ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഏകദേശം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് വിശകലനം ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. അതുവരേക്കും താങ്ക് യു.